ഇതിൻ്റെ ക്യാമറാമാനും സംവിധായകനുമാണ് മൻസൂർ പട്ടാമ്പി. നമ്മുടെ ഈ ഒരു സിനിമയുടെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കളാണ് ഈ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ചിൽഡ്രൻ ഫിലിംസാണ്. ഇതിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണവും എഴുതിയിരിക്കുന്നത് നമ്മുടെ രാംലാൽ മാഷാണ്. മാഷിൻ്റെ തന്നെ കുറച്ച് സ്റ്റുഡൻസും ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. ഇതിൽ മുഖ്യ കഥാപാത്രം അവതരിപ്പിക്കുന്ന അത് അവന്തിക, അതുപോലെ തന്നെ ലക്ഷ്മണൻ എന്ന് പറയുന്ന രണ്ട് പേരാണ്. അവരുടെ കൂടെ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങൾ, വേറെ ഒരു നായികനായകന്മാരുടെ കഥാപാത്രങ്ങൾ വേറെയും വരുന്നുണ്ട്. ഇതിനകത്ത് നമ്മുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും ഒരു സഹകരണമുണ്ട്. നമ്മളുടെ എല്ലാവരുടെ സഹായ സഹകരണത്തോടു കൂടിയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ചിത്രം അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് കാണാം. കുട്ടികളുടെ ബേസ് ചെയ്തിട്ട് ചെയ്യുന്ന ഈ ചിത്രം ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ അറിയുന്നത് അത് കഥയും തിരക്കഥയും സംഭാഷണവും എഴുതിയ രാംലാൽ മാഷാണ്. രാംലാൽ മാഷ് കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതാണ്. രണ്ട് വാക്ക് സംസാരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഈ ഗ്രാമാട്ടം എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിലാണ്. കഴിഞ്ഞ 3 ദിവസമായി നല്ല രീതിയിൽ ഇവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികളെ ഇന്ന് അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഈ സിനിമയിലൂടെ പറയുന്നത്. കുട്ടികൾക്ക് ആകർഷകമായിട്ടുള്ള വ്യത്യസ്തമായ ഘടകങ്ങളെല്ലാം ഈ മൂവിയിലുണ്ട്. എല്ലാവരും ഈ സിനിമ കണ്ട് ഇതൊരു വലിയ വിജയമാക്കി മാറ്റണം. ഈ പുതുമുഖങ്ങളെ എല്ലാ ആളുകളും പ്രോത്സാഹിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. അതുപോലെ തന്നെ നമ്മുടെ ഈ വർക്കിൽ നമ്മുടെ ഇതിനകത്ത് അഭിനയിച്ച കുട്ടികൾക്കൊക്കെ ഈ 2 വാക്കുകൾ പറയാനുണ്ട്. അപ്പോൾ അവരെ ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 വാക്ക് പറയും. നമ്മുടെ അവന്തിക 2 വാക്ക് സംസാരിക്കുന്നതാണ്. ക്യാമറ വരുന്നോട്ടാ. എൻ്റെ പേര് അവന്തിക. ഞാനിതിൽ അഭിനയിക്കുന്നുണ്ട്. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നന്നായിരുന്നു. അടുത്ത ആളെ. എൻ്റെ പേര് അഭിനവ. അപ്പോൾ ഈ ഷൂട്ടിങ് ഇവിടെ 2-3 ദിവസമായി ഇപ്പോൾ നമുക്ക് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും നല്ല സപ്പോർട്ടും എല്ലാതും ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഒരു ഷൂട്ടിങ്. ഇതിനകത്ത് അഭിനയിക്കുന്ന നമ്മുടെ മക്കളുടെ എല്ലാവരും ഈ 2 വാക്ക് സംസാരിക്കുന്നതാണ്. ഓരോരുത്തർ പറഞ്ഞു. എൻ്റെ പേര് ലക്ഷ്മണൻ. ഷൂട്ടിങ്ങൊക്കെ വളരെ മനോഹരമായിരുന്നു. അടുത്ത ആളെ. ഹായ്, എൻ്റെ പേര് എൽജിൻ. ഷൂട്ടിങ്ങൊക്കെ കുഴപ്പമില്ല, 2 ദിവസമായിട്ട് പോകുന്നു. കുറച്ച് ഷെഡ്യൂൾ ബാക്കിയുണ്ട്. ഹായ്, എൻ്റെ പേര് കൃഷ്ണപ്രസാദ്. നല്ല ഷൂട്ടിംഗ് ആയിരുന്നു. അതാണ് അതുകൊണ്ടാണ്. ഹായ്, എൻ്റെ പേര് രാമകൃഷ്ണ. നല്ല അടിപൊളി പ്രയോഗം പറഞ്ഞു. എല്ലാവർക്കും നല്ല സുഖമായിരുന്നു. ഷൂട്ടിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. എൻ്റെ പേര് ശിവനന്ദൻ. എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പറയുന്നു. ഇതിൻ്റെ പ്രൊഡക്ഷൻ മാനേജറായ ബാവാക്ക, അതായത് ഹൈദർ തിരുനാവായ എന്ന് ഫേമസ് ആയിട്ടുള്ള പേരാണ്. ഞങ്ങളൊക്കെ ബാവാക്ക എന്ന് വിളിക്കുകയാണ്. അദ്ദേഹം ഒരുപാട് സിനിമകളും സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അരവിന്ദേട്ടൻ്റെ കുമ്മാട്ടി, തമ്പ്, അതേപോലെ തന്നെ പൊന്തന്മാട, അതേപോലെ തന്നെ ഒരുപാട് സൂപ്പർ സ്റ്റാർമാർക്കൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പാചക വിദഗ്ധനും കൂടിയാണ് അദ്ദേഹം. നമ്മുടെ ഈ സിനിമയുടെ പ്രൊഡക്ഷൻ മാനേജറാണ്. അദ്ദേഹം 2 വാക്ക് സംസാരിക്കുന്നത്. നമസ്കാരം. എല്ലാവരും പറഞ്ഞ മാതിരി തന്നെ ഈ രാമാട്ടം സിനിമ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. എത്ര കഷ്ടപ്പെട്ടാലും വേണ്ട ഇത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ട് നിർത്തുള്ളൂ. പിന്നെ എല്ലാവരും സഹായ സഹകരണം നമുക്ക് ആവശ്യപ്പെടും. 2 വാക്ക് സംസാരിക്കാനായിട്ട് നമ്മുടെ അവന്തികയുടെ അച്ഛൻ, എൻ്റെ പ്രിയ സുഹൃത്തും എൻ്റെ സഹോദര തുല്യം സ്നേഹിക്കുന്ന വ്യക്തിയുമായ വാസേട്ടൻ, പമ്പാവാസൻ, എനിക്ക് 2 വാക്ക് സംസാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ഇപ്പോൾ ഉള്ളത് ഗ്രാമാട്ടം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. അത് നമ്മുടെ പട്ടാമ്പിയിൽ പരിസരത്തായിട്ടാണ്. ഇനി തിരുനാവായുണ്ട്. പിന്നെ ഞങ്ങൾ വേറെ പല സ്ഥലങ്ങളിലോട്ട് ലൊക്കേഷൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഇവിടെ 3 ദിവസമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഗംഭീരമായിട്ട് തന്നെ അത് ഷൂട്ടിംഗ് ചെയ്തു. മൻസൂർ എനിക്ക് പഴയകാല സുഹൃത്താണ്. ഞങ്ങൾ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ രാംലാൽ മാഷ് വളരെ നന്നായിട്ട് തിരക്കഥയും കഥ എഴുതിയിട്ടുണ്ട്. ഒക്കെ പുതുമുഖങ്ങളാണ്. ഈ പുതുമുഖങ്ങൾ ഇനിയും വളർന്നു വരാൻ വേണ്ടി നിങ്ങളെല്ലാ പരിപൂർണ്ണ സപ്പോർട്ടും സഹകരണം ഉണ്ടായിരിക്കണം. ഈ പടം തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും കുടുംബസമേതം പോയി കാണണം. അത് അവരെ പ്രോത്സാഹിപ്പിക്കും. ഇനി പുതിയ തലമുറയ്ക്ക് വളർന്നു വരാൻ നിങ്ങളാണ് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പടം ഗംഭീര വിജയമാക്കണം. എല്ലാവരും അതിനെ ഞങ്ങൾ അനുഗ്രഹിക്കണം. നന്ദി, നമസ്കാരം.